വെഞ്ഞാറ ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ 15ാമത് പുസ്തക പ്രകാശനം നവംബർ മാസം 17-ാം തീയതി ഞായറാഴ്ച വെഞ്ഞാറമൂട് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചു. വെഞ്ഞാറ ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ ചെയർമാൻ ശ്രീ AM റൈസിന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങ് നടന്നത്. വെഞ്ഞാറ ബുക്സിന്റെ ചീഫ് എഡിറ്ററും കവിയുമായ ശ്രീ പിരപ്പൻകോട് അശോകൻ സ്വാഗതം പറഞ്ഞു. എഴുത്തിനെയും വായനയെയും പ്രോത്സാഹിപ്പിക്കുക, ഏറ്റവും കുറഞ്ഞ ചെലവിൽ പുസ്തക പ്രസാധനം നടത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനമാണ് വെഞ്ഞാറ ബുക്സ് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ AM റൈസ് എടുത്തു പറഞ്ഞു. യോഗം ആദരണീയനായ വാമനപുരം MLA ശ്രീ DK മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. തന്റെ സഹപാഠിയും ഉറ്റ സുഹൃത്തുമായ കല്ലൂരിന്റെ പുസ്തക പ്രകാശനം ഉദ്ഘാടനം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ടെന്നും സാമൂഹ്യ പ്രസക്തിയുള്ള കവിതകൾ എഴുതുന്ന കവിയാണ് ശ്രീ ഈശ്വരൻ പോറ്റിയെന്നും ഇനിയും നല്ല രചനകൾ ഉണ്ടാകട്ടെയെന്നും DK മുരളി MLA പറഞ്ഞു. ശ്രീ കല്ലൂർ ഈശ്വരൻ പോറ്റിയുടെ കൂരിരുട്ടിലെ തുള്ളി വെളിച്ചം എന്ന കാവ്യ സമാഹാരം പ്രശസ്ത ഗാന നിരൂപകൻ ശ്രീ TP ശാസ്തമംഗലം പ്രകാശനം ചെയ്തു. കാലിക വിഷയങ്ങളെ മുൻനിർത്തി മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത ഭാവം ഉയർത്തിക്കാട്ടുന്ന കൃതിയാണ് കൂരിരുട്ടിന്റെ തുള്ളി വെളിച്ചം എന്ന് അദ്ദേഹം പറഞ്ഞു. കവിയും ഗാനരചയിതാവുമായ ശ്രീ ഗ്രാമീണൻ പുസ്തകം ഏറ്റുവാങ്ങി. 45 കവിതകളടങ്ങുന്ന കൂരിരുട്ടിന്റെ തുള്ളി വെളിച്ചം എന്ന കൃതിയെ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ SS ചന്ദ്രകുമാർ സദസ്സിന് പരിചയപ്പെടുത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി P നായർ, കവിയും നാടകകൃത്തുമായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീകണ്ഠൻ കരിക്കകം, വെഞ്ഞാറ ബുക്സിന്റെ എക്സിക്യൂട്ടീവ് അംഗവും പൊതുപ്രവർത്തകനുമായ ശ്രീ PG ബിജു എന്നിവർ ആശംസകൾ നേർന്നു. ശ്രീമതി അനിത വേണുഗോപാൽ, ചന്ദ്രൻ വെളുന്തറ, അജിത് PD, അനിൽ PD എന്നീ ഗായകർ കൂരിരുട്ടിന്റെ തുള്ളി വെളിച്ചം എന്ന കൃതിയിലെ കവിതകൾ ഹൃദ്യമായി ആലപിച്ചു. രചയിതാവ് ശ്രീ കല്ലൂർ ഈശ്വരൻ പോറ്റി തന്റെ കൃതി പ്രകാശിതമാക്കാൻ സഹായിച്ചവർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് മറുമൊഴി രേഖപ്പെടുത്തി. വെഞ്ഞാറ ബുക്സിന്റെ സെക്രട്ടറിയും നാടൻപാട്ട് കലാകാരനുമായ അനിൽ വെഞ്ഞാറമൂട് നന്ദിയും പറഞ്ഞു. നിരവധി പ്രമുഖരായ കവികളും എഴുത്തുകാരുമടങ്ങിയ പ്രൗഢഗംഭീരമായ സദസ്സ് ചടങ്ങിനെ ധന്യമാക്കി.